ചോറിൻ്റെയും ബിരിയാണിയുടെയും മന്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഏത്തപ്പഴം അച്ചാറാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഹായ് ഫ്രണ്ട്സ്, അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഏത്തപ്പഴം അച്ചാറാണ്. ഏത്തപ്പഴം അച്ചാർ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ഏത്തപ്പഴം മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത്. ഒരു 10 ഈത്തപ്പഴം കൂടി സൈഡിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഈത്തപ്പഴം വേണമെന്ന് നിർബന്ധമില്ല, ഞാൻ എടുത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നേന്ത്രപ്പഴം അച്ചാർ തയ്യാറാക്കാം. അച്ചാർ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ചട്ടിയിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക്, ഉലുവ, കറിവേപ്പില, വറ്റൽമുളക്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചെറുതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഒരുപാടൊന്നും വഴണ്ട് പോകേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതിയാവും. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ അച്ചാർ പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പൊടിയുടെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മുറിച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴവും ഈന്തപ്പഴവും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഏത്തപ്പഴം ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാമേ. പച്ചവെള്ളവും വിനാഗിരിയും കൂടെ തിളപ്പിക്കാൻ വെച്ചതാണ്. ഇതൊരു 10 മില്ലി വിനാഗിരിയും ബാക്കി പച്ചവെള്ളമാണ്. ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒഴിക്കുന്നതുകൊണ്ട് അച്ചാർ കേടായൊന്നും പോകത്തില്ല. ഞാൻ കൊടുക്കുന്ന എല്ലാ അച്ചാറിലും ഞാൻ വിനാഗിരി ഇങ്ങനെ വെള്ളത്തിൻ്റെ കൂടെ തിളപ്പിച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ വിനാഗിരിയുടെ കുത്തലൊക്കെ ഒഴിവായി കിട്ടും, നല്ലൊരു ടേസ്റ്റുമാണ്. അച്ചാർ നല്ലതുപോലെ ഇങ്ങനെ കുറുകി വരുന്ന ഈ ഒരു പരുവത്തിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര ചീകിയതും കൂടെ ചേർത്ത് കൊടുക്കാവേ. നമ്മൾ ചേർത്ത് കൊടുത്ത ഉപ്പും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് തണുത്ത് വന്നതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഈ അച്ചാർ പുറത്ത് ഒരു 6 മാസം വരെ കേടുകൂടാതെ നിൽക്കും. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ച് നാളും കൂടെ നിൽക്കുവേ. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഏത്തപ്പഴം അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ചോറിൻ്റെയും ബിരിയാണിയുടെയും നെയ്ച്ചോറിൻ്റെയും മന്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്